والصلاة والسلام على سيدنا محمد وعلى آله وصحبه وأتباعه وأنصاره ومحبيه كلهم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. صدق الله مولانا العلي العظيم. അഭിവന്ദരായ ഉസ്താദുമാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ദാറുൽ മആരിഫ് സ്ഥാപനങ്ങളുടെ 50-ാം ആണ്ട് കുറിക്കുന്ന വാർഷിക പ്രഖ്യാപനം നടത്തുന്ന G50 എന്ന പേരിൽ മനോഹരമായൊരു ക്യാമ്പയിൻ്റെ തുടക്കം കുറിക്കുന്ന ഒരു അനുഗ്രഹീതമായ സദസ്സിലാണ് നമ്മളുള്ളത്. മാരിഫ് G50യുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും സമ്മേളനത്തിൻ്റെ പ്രമേയ പ്രഖ്യാപനങ്ങളെല്ലാം വളരെ മനോഹരമായി നടന്ന ഈ വേദിയിൽ സുദീർഘമായൊരു പ്രഭാഷണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിഷണാശാലിയായ പണ്ഡിതൻ ഷെയ്ഖുൽ മആരിഫ് ഷെയ്ഖുന OKM ബാപ്പു ഉസ്താദിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി 1975കളിൽ ഈ പ്രദേശത്ത് തുടക്കം കുറിക്കപ്പെട്ടൊരു സ്ഥാപനം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വലിയ പ്രസ്ഥാനമായി ദാറുൽ മആരിഫ് മാറിയിരിക്കുകയാണ്. ഈ ഒരു വലിയ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ നമുക്കൊക്കെ ഭാഗ്യം ലഭിച്ചത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമായി നമ്മൾ കാണുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഇസ്ലാമിക ദഅവത്തിന് ഏറെ ആളുകൾക്ക് ആവശ്യമുള്ള വളരെയേറെ മഹത്വമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യുവതലമുറകളുടെ ധാർമ്മികമായ അധപ്പതനങ്ങളെ സംബന്ധിച്ചുള്ള പ്രഭാഷണം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ജനറേഷനുകളുടെ ഗ്യാപ്പുകളെ കൊണ്ട് തലമുറകളുടെ അന്തരങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും പ്രബോധന രംഗത്തും പുത്തൻ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇമാം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസമല്ല നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. ലാ തുറബ്ബു അബ്നാഅക്കും കമാ റബ്ബാക്കും ആബാഉക്കും. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട വിദ്യാഭ്യാസം, തർബിയത്ത്, എഡ്യൂക്കേഷൻ, അത് കമാ റബ്ബാക്കും ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ നിങ്ങൾക്ക് തന്ന വിദ്യാഭ്യാസമല്ല, ആ ശൈലിയും രീതിയും സംസ്കാരങ്ങളും അല്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത്. ലിഅന്നഹു ഖുലിഖൂ ലിസമാനിൻ ഗൈരി സമാനിക്കും. തത്വചിന്തകനായ പണ്ഡിതനായ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്ദേശമാണിത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ജനറേഷനുകളുടെ ഗ്യാപ്പുകൾ ഇന്ന് സാധാരണയിൽ നമ്മൾ കാണുന്നതൊക്കെ ജനറേഷൻ Z എന്ന് പറയുന്ന പുതിയ തലമുറയാണ്. ജനറേഷൻ Z എന്ന് പറയുന്ന ഈ പുതിയ തലമുറക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമൂഹങ്ങളിൽ അപ്ലൈ ചെയ്ത വിദ്യാഭ്യാസ സംവിധാനങ്ങളും സംസ്കാരങ്ങളും രീതികളും നീതികളും ഒരിക്കലും യോജിക്കുകയില്ല. അതുകൊണ്ട് ദഅവയിൽ വളരെ ആധുനികമായ വ്യവസ്ഥകളും പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ.
ഈ സന്ദർഭത്തിലാണ് ദാറുൽ മആരിഫ് പുതിയ ജനറേഷനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. 50 ആണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടിന് മുമ്പ് ഈ സ്ഥാപനത്തെ സ്വപ്നം കണ്ട ദിഷണാശാലിയായ പണ്ഡിതൻ ഷെയ്ഖുന OKM ബാപ്പു ഉസ്താദ് അവറുകൾ, ആ കാലഘട്ടങ്ങളിലുള്ള ആലിമീങ്ങൾ ചിന്തിക്കുന്നതിന് വിപരീതമായി എന്ന് പറഞ്ഞാൽ ആധുനികമായി ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ബാപ്പു ഉസ്താദ് അവറുകൾ ഈ സ്ഥാപനത്തെ വിഭാവനം ചെയ്തത്. ഞങ്ങളിവിടെ പഠിക്കുമ്പോൾ ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1990 തുടക്കങ്ങളിൽ മഹാനായ ഷെയ്ഖുന അവറുകൾ ഈ സ്ഥാപനത്തിൽ പ്രിൻസിപ്പലായി ജോലി ചെയ്യുകയായിരുന്നു, നേതൃത്വം കൊടുക്കുകയായിരുന്നു. പ്രിൻസിപ്പലായ ഉസ്താദ് ഈ സ്ഥാപനത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അധികം ആരും ആലോചിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ മേഖലകൾ ഉസ്താദ് അവറുകൾ ചിന്തിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുകയും ചെയ്തു. മൊത്തത്തിൽ ആധുനിക തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കരിക്കുലമായിരുന്നു ഉസ്താദിൻ്റെ ചിന്തയിലുണ്ടായിരുന്നത്. ആ നിലക്ക് ദാറുൽ മആരിഫ് ഇന്ന് ഉസ്താദിൻ്റെ ശിക്ഷണത്തിൽ, ഉസ്താദിൻ്റെ ശിഷ്യന്മാരുടെയും ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മകൻ നമ്മുടെ ഇന്നത്തെ പ്രിൻസിപ്പൽ ബാപ്പുട്ടി ഉസ്താദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നൂറുൽ മആരിഫ് ഷെയ്ഖുന കിടങ്ങഴി ഉസ്താദിൻ്റെ മഹത്തായ ആത്മീയമായ നേതൃത്വത്തിൽ ഈ സ്ഥാപനം ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ G50 എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയമാണ് നമ്മുടെ മുമ്പിൽ വെക്കപ്പെടുന്നത്. സഹോദരന്മാരെ, ഇസ്ലാമിക മേഖലയിൽ വിദ്യാഭ്യാസത്തെ ഒരിക്കലും മതം ഭൗതികം എന്ന് വേർതിരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം മതത്തെയും ഭൗതികത്തെയും ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി കണ്ട് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ദുനിയാവാണ്, ഒരു ജീവിതമാണ് ഇസ്ലാം നമുക്ക് വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു, ലൈസ ഖൈറുക്കും മനില്ലദീ തറക ദുനിയാ ലിൽ ആഖിറ വലല്ലദീ തറകൽ ആഖിറത ലിദ്ദുനിയ വലാകിൻ ഖൈറുക്കും അഖദ മിൻ ഹാദാ വഅഖദ മിൻ ഹാദാ. മതഭൗതിക സമന്വയം വിദ്യാഭ്യാസ മേഖലകളിൽ നാം ഒരിക്കലും പുറന്തള്ളപ്പെടരുത്. ഇസ്ലാമിക വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ അവഗണിക്കപ്പെടരുത്, അവമതിക്കപ്പെടരുത്. അതിന് ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളോടുകൂടി നിലനിൽക്കാൻ സാധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള പള്ളികൾ, പ്രത്യേകിച്ച് നമുക്ക് മദീന പള്ളി എടുക്കാം, അത് കേവലം ഒരു ഇബാദത്തിന്റെ കേന്ദ്രം മാത്രമായിരുന്നില്ല. 5 വക്ത് നിസ്കരിക്കുന്ന, ഖുതുബ ഓതുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന, ഹദീസുകൾ പഠിപ്പിക്കുന്ന, മസ്അലകൾ പഠിപ്പിക്കുന്ന ഒരു ശുദ്ധമായ മതകലാലയം മാത്രമായിരുന്നില്ല. അഥവാ മതം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി തന്നെ ഭൗതികമായ വിദ്യാഭ്യാസങ്ങളും വീക്ഷണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ജീവിത പദ്ധതിയാണ് വിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിനെ ആ നിലക്ക് അവതരിപ്പിച്ചാൽ മാത്രമേ ആധുനിക കാലഘട്ടത്ത് ഇസ്ലാമിനെ ഈ പറഞ്ഞ ഫ്രീക്കന്മാരും പുതിയ തലമുറയും ജനറേഷനുകളിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന വ്യതിയാനങ്ങളും അവർക്കിടയിലൊക്കെ നമുക്ക് ഇസ്ലാമിക ദഅവത്ത് വളരെയധികം പക്വമായ രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ചിന്താഗതിയാണ് ഒന്നിരായ ബാപ്പു ഉസ്താദ് അവറുകൾ 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തെ തുടങ്ങുന്ന സമയത്തിൽ ലക്ഷ്യം കണ്ടിരുന്നത്. ഒരു വലിയ ഒരു വിപ്ലവകരമായ പുരോഗതിയിലേക്ക് ഈ 5 പതിറ്റാണ്ടുകളെ കൊണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ദാറുൽ മആരിഫിന്റെ ഇന്നത്തെ ശില്പികൾ, ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ അത്തരത്തിലുള്ള ചിന്തകൾക്ക് രൂപം കൊടുത്തുകൊണ്ട് സ്ഥാപനത്തെ ഉന്നതമായൊരു കലാലയമായി മാറ്റാനുള്ള വലിയ പരിശ്രമങ്ങളിലാണുള്ളത്. വിശുദ്ധമായ ഖുർആൻ ലോകത്ത് നടത്തിയ വിപ്ലവങ്ങൾ എഴുത്തിലൂടെയും വായനയിലൂടെയുമാണ്. ഒരു ശുദ്ധമായ മതഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ പ്രാരംഭം ഓതുക, എഴുതുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ലോകത്തിൻ്റെ നാഗരികമായ വളർച്ചകളിൽ, ലോകത്തിൻ്റെ അത്ഭുതകരമായ പുരോഗതിയിൽ എഴുത്തും വായനയും പെന്നും ബുക്കും എത്ര വലിയ ഭാഗധേയമാണ് നിർവഹിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ എഴുതാൻ പഠിപ്പിച്ചു, വായിക്കാൻ പഠിപ്പിച്ചു. എഴുത്തും വായനയുമാണ് ലോകത്തിൻ്റെ അസ്ഥിവാരം. അതാണ് ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധിയുടെ, പുരോഗതിയുടെ നിദാനമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതിൻ്റെ പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഈ ലോകത്തിന് സമർപ്പിക്കപ്പെട്ടു. 1000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മഹാന്മാരായ പണ്ഡിതന്മാർ 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഗ്രന്ഥരചന നടത്തി. ആ ഗ്രന്ഥങ്ങൾ ഇന്നും അവശേഷിക്കുന്നു.
1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു 200-ലധികം ഗ്രന്ഥങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തു. ആ സംഭവങ്ങൾ ഇന്ന് ആധുനിക റിസർച്ച് റൂമുകളിൽ ഏറ്റവും വലിയ ആവേശമുള്ള പഠനങ്ങളായി ഗസാലിയൻ ചിന്തകൾ, ഇമാം ഗസാലി തങ്ങളുടെ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, കിതാബുകൾ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഉപജ്ഞാതാവ് ഗസാലി ഇമാമാണെന്ന് പറയാൻ അവർ തയ്യാറില്ലെങ്കിലും അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇസ്ലാമിലെ തത്വജ്ഞാനികളുടെ സംഭാവനകളായിരുന്നു എന്ന് ആധുനിക ലോകത്തോട് പറയേണ്ട ഏറ്റവും വലിയ ആവശ്യമാണ് നമുക്കുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇഖ്റഉ റബ്ബുക്കൽ അക്രം, നിങ്ങൾ വായിക്കുക, നിങ്ങളുടെ റബ്ബ് ഉദാരിയാണ്, വലിയ ഔദാര്യമുള്ളവനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഔദാര്യമുള്ളവനാണ്, ഉദാരിയാണ്. അള്ളാഹു ഏറ്റവും വലിയ ഔദാര്യം ചെയ്യുന്നവനാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? സൂറത്ത് അലഖിൽ അല്ലാഹു വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇഖ്റഉ റബ്ബുക്കൽ അക്രം, നിങ്ങളുടെ റബ്ബ് വളരെ അക്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഔദാര്യമുള്ളവനാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലമ ബിൽ ഖലം, അവൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ്. അള്ളാഹുവിനെ വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ഔദാര്യമുള്ളവനാണെന്ന് പറയുന്നത്, സഹോദരന്മാരെ, സപ്തസാഗരങ്ങളോ അണ്ടകടാഹങ്ങളോ ഈ കാണുന്ന അത്ഭുതകരമായ സൃഷ്ടികളെയോ പടച്ചതിൻ്റെ പേരിലല്ല. അള്ളാഹു പറയുന്നത് ഇഖ്റഉ റബ്ബുക്കൽ അക്രം, നിങ്ങൾ വായിക്കുക, റീഡ്, യുവർ ലോർഡ് ഈസ് മോസ്റ്റ് ജനറസ്, നിങ്ങളുടെ അള്ളാഹു ഏറ്റവും ജനറസ് ആണ്, ഏറ്റവും വലിയ ഔദാര്യമുള്ളവനാണ്. എന്തുകൊണ്ടെന്നാൽ അല്ലമ ബിൽ ഖലം, ഈ ടോട്ട് ബൈ പെൻ, പെന്ന് കൊണ്ട് എഴുതാൻ അവന് പഠിപ്പിച്ചു. പെന്ന് കൊണ്ട് എഴുതുകയാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ അഭിവൃദ്ധികളുടെയും മാനദണ്ഡം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിയില്ലായിരുന്നുവെങ്കിൽ അവരുടെ വിജ്ഞാനങ്ങളും ചിന്തകളും നമുക്കിന്ന് ലഭിക്കുമായിരുന്നില്ല. അവ ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ ഉന്നതമായൊരു ജനവിഭാഗമായി അറിയപ്പെടാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഖലമിൻ്റെ മഹത്വം. ലൗലൽ ഖലമു ലദാഅൽ ആലം, ഖലമില്ലായിരുന്നുവെങ്കിൽ, പെന്നില്ലായിരുന്നുവെങ്കിൽ ലോകം മുഴുക്കെ നഷ്ടത്തിലാകുമായിരുന്നു എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. എഴുത്തിലൂടെയും വായനയിലൂടെയും വളരെ വലിയ റിസർച്ചുകളിലൂടെയും ലോകത്തിന് ഏറ്റവും ഉന്നതമായ സംഭാവനകൾ ചെയ്തവരാണ് നമ്മുടെ പൂർവ്വകാല പണ്ഡിതർ. ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടി ചിലവഴിച്ചു. ഇൽമിന് വേണ്ടി അവരെ വിശുദ്ധമായ ഇസ്ലാം പ്രേരിപ്പിച്ചു. 856 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ഇൽമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. അല്ലമ, അലീം, യതഅല്ലമു, തഅല്ലമ, അതിൻ്റെ മുഴുവൻ വിഷയങ്ങളിലുമായി ഇൽമുമായി ബന്ധപ്പെട്ട പദങ്ങൾ 856 തവണ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ ഇൽമുള്ള വിഭാഗത്തെ പ്രത്യേകം പ്രശംസിച്ചിട്ടുണ്ട്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും ഇല്ലാത്തവരും സമന്മാരാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അറിവുള്ള ആളുകൾ ഡിഫറൻ്റായി, ഒരു പ്രത്യേകമായ വിഭാഗമായി, സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഉന്നതമായ നിലവാരമുള്ളൊരു വിഭാഗമായി വിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പഠിക്കുന്നതിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് നമ്മളോട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ആധുനിക തലമുറകൾ ഇനിയും ഇത്തരത്തിലുള്ള വഴിതെറ്റുന്ന അവസ്ഥകളിലേക്ക് പോകുന്നുവെങ്കിൽ അതിന് നമ്മൾ കാണേണ്ട ഒരു കാരണം നമ്മുടെ ദഅവത്തിൻ്റെ കുറവ് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന, നല്ല നല്ല ഉപദേശങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും ഹിക്മത്തുകളിലൂടെയും നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കണം, ദഅവത്ത് ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഹിക്മത്താണ് ബഹുഭാഷാ പഠനങ്ങൾ. ഇവിടെ ഉറുദുവിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടു. മുസ്ലിമുകൾ അംഗീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 2ാം ഭാഷയാണ് ഉറുദു. ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രായമുള്ള ഭാഷയാണ് ഉറുദു. യംഗസ്റ്റ് ലാംഗ്വേജ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും യംഗസ്റ്റായ ഒരു ലാംഗ്വേജാണ്. ഏകദേശം 800 കൊല്ലങ്ങളോളം മാത്രം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഇന്ത്യയിൽ തന്നെ ജനിച്ചൊരു ഭാഷയാണ് ഉറുദു. ആ ഉറുദു ഭാഷ എന്ന മുസ്ലിം ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറബി കഴിഞ്ഞാൽ 2ാമത്തെ ഭാഷയായി അറിയപ്പെടുകയാണ്. ഉത്തരേന്ത്യയുമായുള്ള നമ്മുടെ കണക്ഷൻ, ദാറുൽ മആരിഫിൻ്റെ സ്ഥാപന സംവിധാനങ്ങൾ, അതിലെ വിദ്യാർത്ഥികളിൽപ്പെട്ടൊരു വിദ്യാർത്ഥി ഈയിടെ ഗോവയിൽ നടന്ന SSFൻ്റെ അഖിലേന്ത്യ സാഹിത്യോത്സവിൽ ഒരു വിഭാഗത്തിൽ ഫസ്റ്റ് സ്ഥാനം നേടിയെന്നറിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തരേന്ത്യൻ നാടുകളുടെ അവസ്ഥകളെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഞാനത് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർത്തി അവർക്കാവശ്യമായ പരിചരണങ്ങളും വിദ്യാഭ്യാസങ്ങളും അറിവും എല്ലാം നൽകി, ആഹാരവും നൽകി അവരെ ലോകത്തിൻ്റെ അത്യുന്നതമായ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ജിഹാദാണ് ദാറുൽ മആരിഫ് അടക്കമുള്ള സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആധുനിക തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമുക്കറിയാം. ലോകത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അവരുടെ അക്രമങ്ങളും അനീതികളും അന്യായങ്ങളും ഒന്നും ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ലോകത്ത് 1 കോടിയോളം മാത്രം അംഗസംഖ്യമുള്ളൊരു വിഭാഗം, 800-ലധികം കോടി ജനങ്ങളുള്ള ഈ വിശാലമായ ഭൂമുഖത്ത് കേവലം 1 കോടിയോളം മാത്രം ജനസംഖ്യയുള്ളൊരു വിഭാഗം ഇന്ന് ലോകത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇസ്രായേൽ എന്ന് പറയുന്നൊരു സ്വന്തമായ രാഷ്ട്രം അവർക്ക് പൂർണ്ണമായിട്ടില്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉണ്ടെന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇന്ന് ഫലസ്തീൻ്റെ ഭാഗമായി അത് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒന്നിച്ചൊരു രാഷ്ട്രം എന്ന സങ്കല്പത്തിലാണ് അവിടെ ജീവിക്കുന്നത്. അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ടും ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വൻ ശക്തിയായി ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രം കുതിക്കാനുള്ള കാരണം അവർ വിദ്യാഭ്യാസത്തിനും ട്രെയിനിങ്ങിനും നൽകുന്ന ഏറ്റവും വലിയ മഹത്വമാണ് നമുക്ക് കാണാൻ സാധിക്കും. ആ കുഞ്ഞുങ്ങൾ വളർത്തുന്നതും തലമുറകളെ അവർ ഉന്നതമായ രൂപത്തിൽ പരിശീലിപ്പിക്കുന്നതും പുതിയ തലമുറകൾക്ക് ആവശ്യമായ ആധുനികമായ വിദ്യാഭ്യാസങ്ങൾ നൽകുന്നതും ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ രാഷ്ട്രങ്ങളിലും ഉന്നതമായ പോസ്റ്റുകളിൽ യഹൂദരെ കൊണ്ടവർ നിർത്തി അവിടെ സ്ഥാപിച്ച് ആ രാഷ്ട്രങ്ങളുടെ മുഴുവനും അധികാരങ്ങൾ പിടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ രഹസ്യങ്ങളൊക്കെ ചോർത്തെടുക്കുന്ന, അതല്ലെങ്കിൽ ആ രാഷ്ട്രങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാരണം അവർക്ക് അവരുടെ തലമുറകളെ ഏറ്റവും ആധുനികമായ രൂപത്തിൽ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കുഞ്ഞുങ്ങൾ അമ്മയുടെ ഗർഭാശയത്തിലുണ്ടാകുന്ന സമയത്ത്, പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മയുടെ ഗർഭസ്ഥ സ്ഥിതിയിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആധുനികമായ സംവിധാനങ്ങളിലൂടെയാണ് യഹൂദ്യർ ഇന്ന് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ, സഹോദരന്മാരെ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വരെ വലിയ പ്രതിഭാശാലികളായി, വലിയ പ്രതിഭാധനന്മാരായി, ആധുനിക കാലഘട്ടത്തിന് ആവശ്യമായ സർവ്വവിജ്ഞാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആർക്കും അവഗണിക്കാൻ പറ്റാത്തൊരു വിഭാഗമായി അവർ മാറുന്നൊരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം വിശുദ്ധ ഇസ്ലാം നേരത്തെ നമുക്ക് സൂചിപ്പിച്ചതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ മദീനയിലെ പള്ളി ദർസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവ്വവിജ്ഞാനങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഉമറുൽ ഫാറൂഖിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ പൊളിറ്റീഷ്യൻ പിറന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലാണ്. പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും രാഷ്ട്രമീമാംസകളുടെ തത്വങ്ങൾ ലോകത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അതിനേക്കാൾ ഉന്നതമായ രീതിയിൽ ലോകത്തിന് രാഷ്ട്രമീമാംസകളുടെ പാഠങ്ങൾ പഠിപ്പിച്ച, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അത് പഠിപ്പിച്ചത് ആരാണ്? അദ്ദേഹം അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പഠിക്കുകയും സ്റ്റഡി ചെയ്യുകയും ലോകത്തിന് ഏറ്റവും മാതൃകായോഗ്യമായ ഭരണം കാഴ്ചവെക്കാൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കഴിയുകയും ചെയ്തു. മഹാത്മാഗാന്ധി പറഞ്ഞു എന്ന് നമ്മൾ പഴയ കാലത്തൊക്കെ കേൾക്കുമായിരുന്നു. ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണം ഇന്ത്യക്ക് ആവശ്യമാണെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു എന്നത് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടാകാം. അടുത്ത കാലത്ത് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനോടൊരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ അദ്ദേഹം അധികാരമേറ്റപ്പോൾ AAP പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, ഡൽഹിയിലേക്ക് നിങ്ങൾ വിഭാവനം ചെയ്യുന്ന ഭരണ സംവിധാനം ഏത് രൂപത്തിലുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ അരവിന്ദ് കേജ്രിവാൾ അന്ന് പത്രക്കാരോട് പറഞ്ഞത്, അറബ് ലോകത്ത് ഏറ്റവും മാതൃകാപരമായ ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരി എൻ്റെ മുമ്പിലുണ്ട്, ഉമർ ബിൻ ഖത്താബ്, ഖലീഫ ഉമറാണത്. അദ്ദേഹത്തിൻ്റെ നീതിയുടെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സൗഹാർദ്ദത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒരു മാതൃകാപരമായ ഭരണമാണ് ഞാൻ ഡൽഹിക്ക് വിഭാവനം ചെയ്യുന്നത് എന്ന്
ആധുനിക കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സ്വഹാബത്തിന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ അവർക്ക് നിയമം പഠിപ്പിച്ചു. മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയും ഇസ്ലാമിക ഭരണത്തിനെതിരെയും ഇസ്ലാമിക സർക്കാരുകൾക്കെതിരെയും ആരെങ്കിലും വല്ല ആക്ഷേപങ്ങളും തൊടുത്തുവിട്ടാൽ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രതിരോധിക്കുകയും അതിനാവശ്യമായ മറുപടികൾ നൽകി സംശയ നിവാരണം നടത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വമായിരുന്നു ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കപ്പെട്ടത്. അദ്ദേഹം ആ സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല പ്രോത്സാഹനം നൽകിയിരുന്നു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ലോ പഠിച്ചവർ, ലീഗൽ വിഷയങ്ങളിൽ ഏറ്റവും നല്ല പഠനമുള്ളവർ, ഏറ്റവും നല്ല അറിവുള്ളവർ, നിയമജ്ഞരുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസിൽ, പള്ളി ദർസിൽ, അല്ലെങ്കിൽ അവിടുത്തെ ആ പള്ളി കേന്ദ്രമായിട്ടുള്ള വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നൽകപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധരംഗങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും അനിവാര്യമായിരുന്നു യുദ്ധങ്ങളുടെ ചരിത്രം ഞാൻ പറയുകയല്ല. പ്രതിരോധത്തിന് വേണ്ടിയുള്ള സമരങ്ങളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. പക്ഷേ ആ യുദ്ധങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രഗത്ഭരായ യുദ്ധതന്ത്രശാലികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ചു. മതത്തിൻ്റെയും ഭൗതികതയുടെയും സമന്വയമായ ഒരു മതമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്തി. അങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങളും പഠനങ്ങളും അതുപോലെയുള്ള ആധുനിക കാഴ്ചപ്പാടുകളുമുള്ളൊരു സമൂഹത്തെ വിശുദ്ധമായ ഇസ്ലാം എല്ലാ വിധത്തിലുള്ള ആദർശപരമായ വിശ്വാസപരമായ ആ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും യാതൊരു വിധത്തിലും പോറേൽക്കാത്ത വിധത്തിലുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഉന്നതമായ പരമ്പരകൾ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച വിശുദ്ധമായ ആ മതങ്ങളുടെ എല്ലാ വിധത്തിലുള്ള മഹത്വങ്ങളെയും ലോകത്തിന് അംഗീകരിപ്പിക്കുന്ന രൂപത്തിലുള്ള ദഅവാ പ്രവർത്തനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആവശ്യമാണ്. മഹാനായ ശൈഖുന OKM ബാപ്പുസ്താദ് ഇൽമുത്തുബിൽ വലിയ അവഗാഹമുള്ളൊരു പണ്ഡിതനായിരുന്നു. ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ വളരെ പ്രധാനമായ 2 വിജ്ഞാനങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇൽമു ഇൽമാനി, ഇൽമുൽ അദ്യാനി വ ഇൽമുൽ അബ്ദാൻ. മതവിജ്ഞാനങ്ങളും ശരീരശാസ്ത്രം, മെഡിക്കൽ സയൻസ്, അതൊക്കെ ഇസ്ലാമിൽ വളരെ പ്രധാനമുള്ള വിദ്യാഭ്യാസങ്ങളായിരുന്നു. അങ്ങനെ വിശുദ്ധമായ ഖുർആൻ അടിസ്ഥാനമായുള്ള തിബ്ബ് നബവി മഹാനായ ബാപ്പുസ്താദ് അവറുകൾ അത് പഠിക്കുകയും അത് പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ഏറ്റവും അധികം തൽപരനാവുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിലക്ക് അൽഹംദുലില്ലാഹ് 50 ആണ്ടിൻ്റെ മികവിൽ ഈ മഹത്തായ സ്ഥാപനം മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പുതുതലമുറയെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ലാ തുറബ്ബു അബ്നാഅക്കും കമാ റബ്ബാക്കും ആബാഉക്കും, അവർക്കാവശ്യമായ രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആ വിഷയങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത്. ഭാഷകളുടെ പഠനം ഇസ്ലാമിക ദഅവത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ് ഭാഷാ പഠനം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വിവിധ ഭാഷകൾ പഠിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സെക്രട്ടറി ആയിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു 100-ലധികം ഭാഷകൾ സംസാരിച്ചു എന്ന് കാണാൻ സാധിക്കും. അതിൽ യഹൂദി ഭാഷയും പെടും. യഹൂദികളോട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിദ്വേഷവും വൈരാഗ്യവും ശത്രുതയും നിലനിൽക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദി ഭാഷ കൂടി പഠിക്കാൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു യഹൂദികളുടെ ഭാഷ പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആ നാട്ടുകാരുടെ ഭാഷകളൊക്കെ അറിഞ്ഞ് പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് ഏറ്റവും അധികം ഉപകാരമുള്ള രീതിയിൽ എളുപ്പത്തിലാക്കി തീർക്കാനുള്ള പ്രവർത്തനങ്ങളാണ് മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതത്തിൽ കാഴ്ചവെച്ചത്. ആ നിലയ്ക്ക് നമുക്ക് വിവിധ ഭാഷകൾ പഠിച്ചുകൊണ്ടുള്ള
ആധുനികമായ രീതിയിൽ നമുക്കറിയാം, കേരളത്തിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസപരമായ മതപരമായ ഉണർവും ആവേശവും ലോകത്തിൽ എവിടെയും നിലനിൽക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അറബ് രാഷ്ട്രങ്ങളിലുള്ള പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ സർഫും നഹവും ഇസ്ലാമിൻ്റെ മറ്റു വിജ്ഞാന ശാഖകളും വളരെയധികം കണിശമായി പഠിക്കുകയും അതിൽ വലിയ പാണ്ഡിത്യം നേടുകയും ചെയ്യുന്നവരാണ് നമ്മുടെ കേരളീയ ഉലമാക്കൾ. ആ കേരളീയ ഉലമാക്കൾക്കുണ്ടാകുന്ന അറിവുകൾ ഒരു പക്ഷേ ഭാഷാപരമായും ഭാഷയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ പലപ്പോഴും അറബ് രാഷ്ട്രങ്ങളിലുള്ള പണ്ഡിതർ പോലും അത്രയും ഡീപ്പായി വിഷയങ്ങൾ പഠിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. 550 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ജീവിച്ച മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമൻ, അദ്ദേഹമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അസ്ഹറിൽ പോയി പഠിച്ച ആദ്യത്തെ അസ്ഹരി പണ്ഡിതൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനത്തോടുള്ള അതിയായ ആഗ്രഹവും അഭിവാഞ്ചയും സുഹൃത്തുക്കളെ ലോകത്ത് ഏറ്റവും ഉന്നതമായൊരു തലമുറയായി നമ്മെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ഉലമാക്കളുടെ ഏറ്റവും വലിയ ആത്മാർത്ഥമായ പരിശ്രമങ്ങളാണ്. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ തന്നെ ഇല്ലാത്ത രൂപത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രായമുള്ള ആളുകൾ വരെ ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കാതെ കഷ്ടപ്പെടുന്ന നാടുകളിൽ അവർക്കാവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് പദ്ധതികളും ആസൂത്രണങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അതിനാവശ്യമായ പണവും സാമ്പത്തിക ശേഷിയും അത് ചെയ്യാനുള്ള സൗകര്യങ്ങളുമില്ലാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ദാരുൽ മആരിഫ് എന്ന ഈ മഹത്തായ സ്ഥാപനം G50 എന്നൊരു ഉന്നതമായ ഒരു പദ്ധതിയിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണോ 75കളിൽ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ ബാനി മഹാനായ ശൈഖുന ബാപ്പു ഉസ്താദ് അവറുകൾ സ്വപ്നം കണ്ടിരുന്നത് 50 ആണ്ടിന് ശേഷം അത് സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ. ഞങ്ങളിവിടെ 30 വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുന്ന സമയത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥികളിവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ആ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള വിദ്യാർത്ഥികളിവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഭാഗങ്ങളിലുള്ള ഏത് ദർസുകളിലും ഇല്ലാത്ത വിധത്തിൽ അന്യ സംസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് കൂടി അഡ്മിഷൻ കൊടുക്കുന്ന, അവരെ കൂടി കേരളീയ ശൈലിയിൽ പഠിപ്പിച്ച് ആലിമീങ്ങളാക്കി മതപണ്ഡിതന്മാരാക്കി അവരുടെ നാടുകളിൽ മതപ്രബോധനത്തിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്ന സംവിധാനങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നേരിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയും ആ സ്ഥാപനങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികൾ നല്ല മികവുറ്റ ആളുകളായി മാറി ആ ഭാഗങ്ങളിലും ഇസ്ലാമിക ദഅവത്തിന് നേതൃത്വം നൽകുന്ന ഒരു മഹത്തായ സംവിധാനമാണ് ദാരുൽ മആരിഫ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, നോർത്ത് കർണാടകയിലും നോർത്ത് ഇന്ത്യയിലും ഇസ്ലാമികമായി തീരെ ആളുകൾക്ക് ബാലപാഠ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർക്ക് അറിവ് മാത്രം നൽകിയാൽ പോരാ, സ്കൂളും മദ്രസയും മാത്രം അവർക്ക് നൽകിയാൽ പോരാ, ഒരു നേരത്തെ ജീവിക്കാൻ ആവശ്യമായ അരിക്ക് പോലും വകയില്ലാത്ത പട്ടിണി പാവങ്ങളാണ് അധികം ഇവിടെ ജീവിക്കുന്നത്. അവർക്കാവശ്യമായ അറിവുകളുടെ കൂടെ ആഹാരങ്ങളും അവർക്ക് നൽകേണ്ടി വരും, ജീവിത സൗകര്യങ്ങൾ അവർക്ക് നൽകേണ്ടി വരും. വിദ്യാഭ്യാസത്തിൽ ഭൗതിക വിദ്യാഭ്യാസങ്ങളിൽ പോലും വളരെ പിന്നാക്കം നിൽക്കുന്ന നിരവധി സംസ്ഥാനങ്ങളും ജില്ലകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സാച്ചാ റിപ്പോർട്ട് സൂചിപ്പിച്ച സമയങ്ങളിൽ ആ റിപ്പോർട്ടിൽ നമുക്ക് കണ്ടതെന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിംകൾ താമസിക്കുന്ന ജില്ലയാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ശരിയായ റോഡുകളില്ല, വിദ്യുതികളില്ല, വൈദ്യുതി ദീപമില്ല, ആവശ്യമായ വെള്ളമില്ല, ശുദ്ധമായ കുടിജലം പോലുമില്ല. ആ സ്ഥലം വളരെയധികം അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം മുസ്ലിംകൾ താമസിക്കുന്ന ഒന്നാമത്തെ ജില്ലയാണ് മുർഷിദാബാദ്. അതിൻ്റെ അവസ്ഥകൾ സാച്ചാർ ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തി അവിടങ്ങളിലുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും തയ്യാറായിട്ടില്ല.
മൻമോഹൻ സിംഗ് ഈ റിപ്പോർട്ട് സമർപ്പിച്ച സമയങ്ങളിൽ 402 പേജുകളുള്ള ബൃഹത്തായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതെല്ലാം ഭാഗങ്ങളിൽ ഒരു മുസ്ലിം നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യതകളുണ്ടോ, ആ മണ്ഡലങ്ങൾ മുഴുവനും സംവരണം ഏർപ്പെടുത്തി മുസ്ലിംകൾ മത്സരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ്. സാച്ചാർ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന കരാളമായ ഒരുപാട് പഠനങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. സാച്ചാർ ഒരു ഭാഗത്ത് മുസ്ലിം ഇൻ കേരള എന്നൊരു ചാപ്റ്റർ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ നാം ഇതുവരെ കാത്തുസൂക്ഷിച്ച ഉന്നതമായ മൂല്യങ്ങളും മതസൗഹാർദ്ദങ്ങളും മതവിജ്ഞാനത്തിൻ്റെ ഉന്നതമായ ആധുനികമായ മോഡലുകളും നാം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഏത് തരത്തിലുള്ള പരിണാമങ്ങളാണ്, മാറ്റങ്ങളാണ് നമ്മുടെ സാമൂഹിക ജീവിത വ്യവസ്ഥയിൽ ഉണ്ടാക്കിയത് എന്ന് സാച്ചാർ ഒരു ചാപ്റ്ററിൽ പ്രത്യേകം പറയുന്നു. മുസ്ലിംസ് ഇൻ കേരള എന്ന ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യയുടെ 28ഓളം സംസ്ഥാനങ്ങളിൽ ചുറ്റിക്കറങ്ങി റിപ്പോർട്ടിന് വേണ്ടിയുള്ള വിവരങ്ങൾ ഞാൻ സംഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, മുസ്ലിംകൾ ഏറ്റവും അധികം ഭയവിഹ്വലതയോടെ താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് കണ്ടത് ഗുജറാത്താണ്. ആ ഗുജറാത്തിൽ മുസ്ലിംകൾ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അനുഭവിക്കുന്നുണ്ട്. എപ്പോഴും ഭയത്തോടെയാണ്, പേടിയോടെയാണ് ഗുജറാത്തി മുസ്ലിംകൾ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹം എഴുതി, 28ഓളം സംസ്ഥാനങ്ങൾ ഞാൻ സഞ്ചരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ഇന്ത്യയിൽ മുസ്ലിംകൾ ഏറ്റവും അധികം സന്തോഷത്തോടെ കഴിയുന്ന, സെക്യൂരിറ്റി ഫീലിംഗോടുകൂടി കഴിയുന്ന, ഏറ്റവും നല്ല സുരക്ഷിത ഭാവത്തോടു കൂടി കഴിയുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അദ്ദേഹം സാച്ചാർ തൻ്റെ റിപ്പോർട്ടിൽ എഴുതുന്നു. ആ കേരളം ആ ഒരു സംവിധാനത്തിലേക്ക് മാറാനുള്ള കാരണം എന്താണ് എന്നും അദ്ദേഹം എഴുതുകയാണ്. അദ്ദേഹം പറയുന്നു, റിനൈസൻസ് മൂവ്മെന്റ്സ്, നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് അതിന് കാരണം. ഏതാണ് ഈ കേരളത്തെ മാറ്റിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ? ഏതാണ് ഈ കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിൽ അത്യുന്നതമായ സ്ഥാനം നേടിക്കൊടുത്ത നവോത്ഥാന പ്രവർത്തനങ്ങൾ ഏതാണ്? അത് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള നവോത്ഥാനങ്ങളായിരുന്നു. 1925 മുതൽ മഹാന്മാരായ ഉലമാക്കൾ സംഘടിച്ച് യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായ ആധുനിക സംവിധാനങ്ങൾക്ക് രൂപം കൊടുത്തു. അങ്ങനെ എല്ലാവരും ഒരമ്മയുടെ മക്കളെ പോലെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി, മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള നിരന്തര പ്രവർത്തനങ്ങൾ നടത്തി. ഈ മഹത്തായ രാജ്യത്ത്, ഈ നാട്ടിൽ സുഹൃത്തുക്കളെ പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഭാഗമാണിത്. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, സഹോദരന്മാരെ, അങ്ങനെ ഭയമില്ലാത്ത സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ടാകാനുള്ള കാരണമായി അദ്ദേഹം സൂചിപ്പിച്ച ഈ റിനൈസൻസ് മൂവ്മെന്റുകൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാർ, മതാധ്യക്ഷന്മാർ, മനുഷ്യരെ മുഴുവനും ഒന്നായി കാണാനറിയുന്ന വിഭാഗങ്ങൾ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം പ്രസംഗിച്ച ഖുതുബത്തുൽ വിദാഇൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നൽകിയ ഏറ്റവും ഉന്നതമായൊരു സന്ദേശമുണ്ട്. ആ സന്ദേശമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഈ ലോകം ഒരുപാട് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനുകൾക്ക് ഈ ലോകം ഒരുപാട് തവണ സാക്ഷിയായിട്ടുണ്ട്. ഡിസംബർ 10 എല്ലാ വർഷവും UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്രസഭ 1948 ഡിസംബർ 10 ദിവസം ഒരു പ്രഖ്യാപനം നടത്തി. UN പ്രഖ്യാപിച്ച ഏറ്റവും വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, 48 ശേഷം ഈ ലോകത്ത് എത്ര ഡിസംബർ 10 കഴിഞ്ഞു കിടന്നു? എത്ര കാലം കടന്നുപോയി? എത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി? ഈ ലോകത്ത് മനുഷ്യാവകാശ നിർമ്മാണത്തിനും മനുഷ്യാവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ UN സാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും സാധിച്ചിട്ടില്ല. അതിൻ്റെ ഫലങ്ങൾ ഇന്ന് ലോകത്തെ രക്തസിക്തമായ ചരിത്രങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാച്ചാർ പറഞ്ഞ റിനൈസൻസ് മൂവ്മെന്റ് എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്?
അത് എവിടെയാണ് തുടക്കം കുറിക്കപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഇന്ന റബ്ബക്കും വാഹിദ് ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദമ വ ആദമു മിൻ തുറാബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച യൂണിവേഴ്സൽ ബ്രദർഹുഡിൻ്റെ സന്ദേശം, മൊത്തത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ പഠിപ്പിക്കുന്ന ഉന്നതമായൊരു ആദർശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചപ്പോൾ ലൈസ ലി അബ്യദ് ഫദ്ലുൻ അലാ അസ്വദ് വലാ ലി അറബിയ്യിൻ ഫദ്ലുൻ അലാ അജമി എന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപിച്ചു. ലോകത്തുള്ള മനുഷ്യർ വിശ്വാസപരമായി വിശുദ്ധ ഇസ്ലാം അള്ളാഹുവിലേക്കും തൗഹീദിലേക്കും അവരെ ക്ഷണിക്കുമ്പോഴും അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ആളുകളെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു മുന്നേറ്റമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കറുത്തവന് സ്ഥാനക്കുറവോ വെള്ളക്കാരന് വലിയ സ്ഥാനമോ അറബ് വംശജന് ഉന്നതമായ പരിഗണനകളോ അറബ് അല്ലാത്ത ആളുകൾക്ക് അവഗണനകളോ ഒരിക്കലും ഇസ്ലാമിലില്ല. സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഭാരതരത്ന എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഉന്നതമായ സിവിൽ അവാർഡിന് അർഹനായൊരു മനുഷ്യനാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ നെൽസൺ മണ്ടേല. അദ്ദേഹം ഇന്ത്യക്കാരനല്ല, അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കപ്പെട്ടു. അദ്ദേഹം ആഫ്രിക്കയിൽ ഇസ്ലാമിൻ്റെ ഒരു വാർഷിക സമ്മേളനത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹത്തെ അവിടുത്തെ മുസ്ലിമുകൾ ചെന്ന് ക്ഷണിച്ചു. ആഫ്രിക്കയിൽ ഇസ്ലാമിക ആഗമനത്തിൻ്റെ ഇസ്ലാമിക ആശ്ലേഷത്തിൻ്റെ വാർഷിക മഹാസംഗമം നടക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായ നിങ്ങളതിൽ വരണം, നിങ്ങൾ സംബന്ധിക്കണം, സന്ദേശം നൽകണം. മണ്ടേല പറഞ്ഞു, എനിക്ക് തൽക്കാലം ദൈഹികമായിട്ട് അങ്ങോട്ട് വരാൻ കഴിയില്ല, അതിനുള്ള ചില അസൗകര്യങ്ങളുണ്ട്, ഞാനൊരു സന്ദേശം തരാം. സുദീർഘമായ 28 വർഷങ്ങളോളം അതികഠിനമായ ശിക്ഷകൾ ഏറ്റുവാങ്ങി ജീവിതം മുഴുവൻ തകർക്കപ്പെട്ട നിലയിൽ വെള്ളക്കാരൻ്റെ ജയിലിൽ 3 പതിറ്റാണ്ടോളം കഴിഞ്ഞ് നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ സൗത്ത് ആഫ്രിക്കയുടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എനിക്ക് മോട്ടിവേഷൻ നൽകിയതും എനിക്ക് ശക്തി പകർന്നതും നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്ന് അന്ന് മണ്ടേല ആഫ്രിക്കൻ മുസ്ലിം സംഘടനകൾക്ക് കൊടുത്ത സന്ദേശത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം എടുത്തു പറഞ്ഞത്, നിങ്ങളുടെ പ്രവാചകന്റെ ഒരു വാക്ക്, ലൈസ ലി അബ്യദു ഫദ്ലുൻ അലാ അസ്വദ് വലാ ലി അറബിയ്യിൻ ഫദ്ലുൻ അലാ അജമി. വെള്ളക്കാരന് ചർമ്മം വെളുത്തതിൻ്റെ പേരിൽ ഒരാൾക്കും മഹത്വവൽക്കരിക്കപ്പെടാനുള്ള അവകാശങ്ങളില്ല. ചർമ്മത്തിൻ്റെ കളറും അതിൻ്റെ നിറവും ഒരിക്കലും ഒരു മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല. ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഖബല ഖബലതൻ മിൻ ജമീഇൽ അർദി സഹലിഹാ വഹസനിഹാ ഫഖലഖ മിൻഹാ ആദം. വിശുദ്ധ ഇസ്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലോകത്തുള്ള മുഴുവൻ ഭൂമിയുടെ മുഴുവൻ ഭാഗങ്ങളിലുള്ള മണ്ണ് അല്ലാഹു പിടിച്ചു. ആ മണ്ണുകൾ മിക്സ് ചെയ്ത് അതിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത്. അതുകൊണ്ട് മണ്ണിൻ്റെ നിറത്തിനനുസരിച്ച് മനുഷ്യൻ്റെ വർണ്ണങ്ങളിൽ, ചർമ്മത്തിൻ്റെ നിറങ്ങളിൽ, തൊലിയുടെ നിറങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. അതൊരിക്കലും അവന് മഹത്വവൽക്കരിക്കപ്പെടാനുള്ള കാരണമാക്കരുത് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്. ഈ ഒരു ആശയമാണ് 28 ആണ്ടുകൾ വെള്ളക്കാരൻ്റെ ജയിലുകളിൽ അതികഠിനമായ ശിക്ഷകൾ അനുഭവിച്ച സമയത്തും എന്നെ പിടിച്ചു നിർത്തുകയും എൻ്റെ നാട്ടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് പ്രേരണ നൽകുകയും ചെയ്തതെന്ന കാര്യം മണ്ടേലെന്ന് സൂചിപ്പിച്ചുവെങ്കിൽ അതാണ് സച്ചാർ സൂചിപ്പിച്ച സിദ്ധാന്തങ്ങൾ. സഹോദരങ്ങളെ, ഈ കേരളീയ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മുടെ മതങ്ങളെ വളരെയധികം സുലഭമായി മറ്റുള്ളവർക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ്. എല്ലാവരുടെയും ഭാഷ മലയാളമായതുകൊണ്ട് ഒരേ ഭാഷ സംസാരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ പരസ്പരം അറിഞ്ഞും അടുത്തും ജീവിക്കുന്നൊരു സാഹചര്യമാണ് നമ്മുടെ നാടിലുള്ളത്. ഈ നാടിൻ്റെ നന്മ നാം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഖാജ അജ്മീരിയുടെ ഇന്ത്യയാണ്, നിസാമുദ്ദീൻ ഔലിയായുടെ ഇന്ത്യയാണ്, അമീർ ഖുസ്രുവിൻ്റെ ഇന്ത്യയാണ്. സുഹൃത്തുക്കളെ, ദഅവത്തിൻ്റെ മേഖലകളിൽ കർണാടകയുടെ നോർത്ത് ഭാഗങ്ങളിൽ നമുക്കറിയാം, ആ ഭാഗങ്ങളിലൊക്കെ ഭൗതിക വിദ്യാഭ്യാസം ധാരാളമുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഉള്ളൊരു 10 പേരിൽ 5 പേരെങ്കിലും റിട്ടയേർഡ് ഗവൺമെൻറ് ഓഫീസേഴ്സാണ്. ഭൗതികമായവർക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അവർക്ക് ഈമാനുണ്ട്, അതിശക്തമായ ഈമാനുണ്ട്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ ഏറ്റവും നല്ല വിശ്വാസമുണ്ട്. ബിദ്അത്തിനെതിരെ അതിശക്തമായ ആക്രോശവും
വെറുപ്പും വിരോധവും അവർക്കുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യത്തിൽ ഒരാളോടും രാജിയില്ലാത്ത സ്വഭാവമാണ് നോർത്ത് ഇന്ത്യയിലും നോർത്ത് കർണാടകയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്കില്ലാതെ പോയത് ആധുനിക വിദ്യാഭ്യാസ ശൈലിയാണ്. ചെറിയ പ്രായങ്ങളിൽ, ചെറിയ കാലത്ത്, പ്രായത്തിൽ എന്നല്ല, സ്കൂൾ പഠിക്കുന്ന സമയവും ട്യൂഷൻ്റെ സമയവുമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസത്തിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സമയം മാത്രം മതവിദ്യാഭ്യാസത്തിന്, മതവിദ്യാർജ്ജനത്തിന് വേണ്ടി ചെലവഴിക്കുന്നവർക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ആ സംവിധാനങ്ങളിലൂടെ ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച യഹൂദികൾ ചെയ്യുന്നത് അതാണ്. അവർ പറയുന്നത് ഗർഭത്തിലുണ്ടാകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു എന്നാണ്. ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ ഒരു ദിവസം അവിടെ ഞാനൊരു ഡേവിഡ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ആ സമയത്ത് ഇസ്രയേലും ഫലസ്തീനും ചെറിയൊരു യുദ്ധത്തിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു. ഗസയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഇസ്രയേൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന, അമ്പരപ്പിക്കുന്ന ഈ അഭിവൃദ്ധിയിലൊക്കെ എത്തിപ്പെടാനുള്ള കാരണം എന്താണ് നിങ്ങൾ ചെയ്തത്? ഇത്രയും ചെറിയ ജനസമൂഹം ലോകത്തെ വറപ്പിക്കാൻ എന്താണ് കാരണം? സഹോദരന്മാരെ, അമേരിക്കയിലും UK-യിലും ഒരു പത്രങ്ങളും ഒരു മാധ്യമങ്ങളും ഇസ്രയേലിനെതിരെ, ജൂതനെതിരെ എഴുതരുത്, സംസാരിക്കരുത് എന്നാണ് ആ രാഷ്ട്രങ്ങൾ നിർമ്മിച്ച നിയമങ്ങൾ. അമേരിക്കൻ രാഷ്ട്രത്തിൻ്റെ നിയമമാണ്, ഗവൺമെൻറ് റൂളാണ് യഹൂദികൾക്കെതിരെ എഴുതരുത്, അവർക്കെതിരെ പറയരുത്, സംസാരിക്കരുത് എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പോലീസായി ചമയുന്ന അമേരിക്ക പോലും യഹൂദികളോട് ഇങ്ങനെ കടപ്പെട്ടിരിക്കാൻ എന്താണ് കാരണം? UK യഹൂദികളോട് കടപ്പെട്ടിരിക്കാൻ എന്താണ് കാരണം? മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇത്തരത്തിലുള്ള ജനസൈഡ് എന്ന് പറയുന്ന ഹത്യകളെ പോലും ഗണ്ഡിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ വരാനുള്ള കാരണം എന്താണ്? ലോകത്തിന് നൽകപ്പെടുന്ന ഏറ്റവും വലിയ പ്രൈസുകളിൽ ഒരു പ്രൈസാണ് നോബൽ പ്രൈസ്. ഈ ലോകത്ത് നൽകപ്പെട്ട നോബൽ പ്രൈസുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ. ഏറ്റവും അധികം നോബൽ പ്രൈസുകൾ വാങ്ങിക്കൂട്ടിയത് യഹൂദികളാണ്. അവരുടെ അംഗസംഖ്യ എത്രയാണ്? 800 കോടിയിൽ 1 കോടിയാണ്. അപ്പോൾ ഡേവിഡ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വി ട്രെയിൻ ദ ചൈൽഡ്, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന വെൻ ദേ ആർ ഇൻ ദ മദർസ് ഓംബ്, ഉമ്മയുടെ ഗർഭത്തിൽ, ആമാശയത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്താണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ട്രെയിനിങ്ങാണ് അവരെ വിജയിപ്പിച്ചത്. SSLക്ക് ശേഷം ഇനി എന്ത് എന്ന് SSLC എക്സാം കഴിഞ്ഞ്, റിസൾട്ട് കഴിഞ്ഞ്, +2 അഡ്മിഷൻ തുടങ്ങിയതിന് ശേഷമല്ല നമ്മൾ അത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കേണ്ടത്. ദാറുൽ മആരിഫ് പോലെയുള്ള സ്ഥാപനങ്ങൾ ദൈക്ഷണികമായ നേതൃത്വത്തിൻ്റെ കീഴിൽ വളർന്നു വരുമ്പോൾ, നേതൃത്വം കൊടുക്കുമ്പോൾ G50 എന്നത് കേവലം ഒരു ഗോൾഡൻ 50 ആകാതെ അതൊരു പുതിയ ജനറേഷനെ സൃഷ്ടിക്കുന്നൊരു ആയി മാറാൻ നമ്മൾ ശ്രമിക്കണം. എൻ്റെ ഉസ്താദ് ഷെയ്ഖുന മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ്, അവരുടെ കൂടെ തിരൂരങ്ങാടി നൂറുൽ ഹുദ അറബി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഒന്നിരായ ഷെയ്ഖുന OKM ബാപ്പു ഉസ്താദ് അവറുകൾ ഉസ്താദിനെയും 80 വിദ്യാർത്ഥികളെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്ന കൂട്ടത്തിൽ പാവപ്പെട്ട ഞാനും 1990 തുടക്കത്തിൽ അവിടെ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ബാനി ഹസ്രത്തിൻ്റെ, ഇവിടുത്തെ ബാനിയുടെ ഷെയ്ഖുൽ മആരിഫിൻ്റെ ആ ചിന്തകളും അവിടുത്തെ പ്രഭാഷണങ്ങളും അവിടുത്തെ ക്ലാസ്സുകളും നമുക്ക് ഏറെ അത്ഭുതത്തോടെയാണ് നമ്മൾ വീക്ഷിച്ചത്. ആ കാലഘട്ടത്തിലൊക്കെ ഒരു പുതുമയായിരുന്നു, ആരും ചിന്തിക്കാത്ത വിഷയങ്ങളായിരുന്നു. മുത്തവൽ, മുഖ്തസർ എന്നൊക്കെ ക്ലാസ്സുകളെ പറ്റി പറയുന്ന ആ ഭാഗം പോലും ഉസ്താദ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്ത് മുത്തവൽ, എന്ത് മുഖ്തസർ, അതൊക്കെ ആരാണ് ആ കോഴ്സുകൾക്ക് പേരിട്ടത് എന്ന് ചോദിച്ച് അതിന് പോലും തൻ്റെ പ്രത്യേക വീക്ഷണപ്രകാരമുള്ള നാമങ്ങൾ ഇട്ടുകൊണ്ട് അറബി ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ല വ്യവസ്ഥകൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ട് തിബ്ബ് പഠിക്കാനും ആധുനിക വിഷയങ്ങൾ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു പുതിയ ജനറേഷനെ നയിക്കുന്ന, ഒരു പുതിയൊരു തലമുറയെ നയിക്കുന്ന ഒരു പ്രത്യേകമായ പദ്ധതിയായിരുന്നു പ്രിയപ്പെട്ടവരെ ബാബുസ്താദ് ഇവിടെ സ്വപ്നം കണ്ടിരുന്നത്. അതുകൊണ്ട് ജനറേഷൻ സിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജനറേഷൻ സിക്ക് ശേഷം 2010 ശേഷം ജനിച്ച തലമുറകൾ ജനറേഷൻ അൽഫയാണ്. 2024 കഴിഞ്ഞു, 2025 മുതൽ ജനിക്കുന്ന തലമുറകൾ ജനറേഷൻ ബീറ്റയാണ്. നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ആധുനികമായ ഒരു തലമുറകളാണ് നമ്മുടെ മുമ്പിലേക്ക് പിറക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരെ കൂടെ നിർത്താനും അവരുടെ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്തങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. വിശുദ്ധമായ ഖുർആൻ അല്ലമൽ ഇൻസാന മാ ലം യഅലം, ഓരോ കാലത്തിനനുസൃതമായ
വിജ്ഞാനങ്ങളും ചിന്തകളും റിസർച്ചുകളും നാം മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുമെന്ന പ്രഖ്യാപനം സൂറത്തുൽ അലഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. പെന്നിനെ സംബന്ധിച്ചു പറഞ്ഞു, പുസ്തകത്തെ സംബന്ധിച്ചു പറഞ്ഞു. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചതിന് ശേഷം അല്ലാഹു തആല പറയുന്നത് അല്ലമൽ ഇൻസാന മാ ലം യഅലം, നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. മാലം യഅലം, അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ആധുനികമായ സയൻസും ടെക്നോളജിയും പഠിപ്പിച്ചു കൊടുക്കും. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ AI-യുടെ അത്ഭുതകരമായ ഹൈവേയിൽ സഞ്ചരിക്കുന്ന നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഈ പ്രഖ്യാപനം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയേണ്ട യാതൊരു ടെൻഷനുമില്ലാതെ കേവലം വിരലിൻ്റെ ക്ലിക്കുകളിലൂടെ അറിവുകളുടെ അനന്തവിഹായസിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സമയത്ത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കേണ്ടത്. അത്തരത്തിലുള്ള പണ്ഡിതരെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു ഒരു ആലിമിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നിസ്കാരം പഠിപ്പിക്കണം, നോമ്പ് പഠിപ്പിക്കണം, മദ്രസ പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം. എല്ലാറ്റിലും ഉപരി ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വമായി അല്ലാഹു പ്രഖ്യാപിക്കുന്നത് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമ്, അല്ലാഹുവിൻ്റെ അസ്തിത്വത്തിനും അല്ലാഹുവിൻ്റെ ഏകത്വത്തിനും സാക്ഷികളാവുക എന്നതാണ് ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ സംശയം ചോദിക്കുന്നവരാണ്. ഏതെല്ലാം തരങ്ങളിലുള്ള സംശയങ്ങളാണ് അവർക്കുള്ളത്. എന്തിന് ദൈവം, എന്തിനു മതം, എന്തിന് ധർമ്മം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നേരത്തെ പുഴക്കാട്ടു സാധു സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു വിലക്ഷണമായ ഒരു വിശിഷ്ടമായൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആധുനിക കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന അധ്യാപകരുടെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഉലമാഇന്റെ ഉത്തരവാദിത്വം ജാമിഅ ദാറുൽ മആരിഫ് G50യുടെ ഭാഗമായി നൽകുന്ന ഉത്തരവാദിത്വം കേരളത്തിലും അതിന് പുറത്തുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഒന്നരായ ബാപ്പുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ഷെയ്ഖുനാ റഹീം ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ഈ സ്ഥാപനത്തിന്റെ ശില്പികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽം ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹകീം. അല്ലാഹു ഏകനാണ്. ആ ഏകത്വം സമർത്ഥിക്കാൻ ആവശ്യമായൊരു കാലഘട്ടം. ദൈവം നിഷേധിക്കുന്ന, മതം നിഷേധിക്കുന്ന, ആരോടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ലിബറലുകളുടെ കാലഘട്ടങ്ങളിൽ, സ്വതന്ത്ര ചിന്താഗതികളുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതർക്ക് സാധ്യമാകണം. നിങ്ങൾ ഇൽമു കൊടുക്കുന്ന, അറിവ് കൊടുക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ആലിംകളാകണമെന്നില്ല, എല്ലാവരും ബിരുദമെടുത്ത സന്നദ്ധ പണ്ഡിതന്മാരാകണമെന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ മുമ്പിലിരിക്കുന്ന തലമുറകൾ ഒരു പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ SSLC കഴിഞ്ഞ് പോകും, +2 കഴിഞ്ഞതിന് ശേഷം പോകും, ഡിഗ്രി വരെ മാത്രം പഠിക്കുകയും ആ ഡിഗ്രിയുടെ ഇടയിൽ കിട്ടുന്ന ഏതാനും സമയങ്ങളിൽ മാത്രം മതം പഠിക്കാൻ അവസരം ലഭിക്കുന്നവരായിരിക്കും നമ്മുടെ പുതിയ സ്റ്റുഡൻസ്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, ആ സമയത്തിനുള്ളിൽ, ലിമിറ്റഡായ സമയത്തിനുള്ളിൽ, പരിമിതമായ സമയത്തിനുള്ളിൽ അവരെ അള്ളാഹുവിനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയുമുള്ള നല്ല ബോധമുള്ള ആളുകളാക്കി, ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും വരാത്തവരാക്കി, അവരുടെ ഇഅ്തിഖാദ് ഉറപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം തൗഹീദിൻ്റെ ജ്ഞാനമാണ്, അള്ളാഹു ഒരുവനാണെന്നുള്ള ജ്ഞാനമാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള അറിവാണ് നമുക്ക് ഒരു മനുഷ്യന് കുട്ടികൾക്ക് ബേസിക്കായി കൊടുക്കേണ്ടത്. അവ്വലു വാജിബിൻ അലൽ അബാഇൽ ഔലാദി തഅലീമുഹും അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്കത വബുഇസ ഫിഹാ വഹാജറ ഇലൽ മദീനത വതൂഫിയ ബിഹാ. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രക്ഷിതാക്കൾ മക്കൾക്ക് പഠിപ്പിക്കേണ്ട ബേസിക്കായ വിദ്യാഭ്യാസം, നോളജ് ഏതാണെന്ന് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റിയുള്ള 4 കാര്യങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു, അവിടെ തന്നെ പ്രവാചകത്വം ലഭിച്ചു, മദീനയിലേക്ക് ഹിജ്റ പോയി, അവിടെ വഫാത്തായി. ഈ കാര്യങ്ങളാണ് അവ്വലു വാജിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ മെസ്സഞ്ചറിലൂടെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം ലോകത്തിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, സൂസൈഡുകൾ, അക്രമങ്ങൾ, കൊലകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങളൊന്ന് പരിശോധിച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവർക്കൊരിക്കലും
മനസ്സിന് സമാധാനമില്ലാത്തതിൻ്റെ പേരിലാണ്. ഒരു കൊലയാളിയോട് ചോദിച്ചു നോക്കി, എന്തിന് കൊല ചെയ്തു? അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമില്ല. എന്തിന് കൊല ചെയ്യുന്നു? ആരെ കൊല ചെയ്യുന്നു? ലാ യദ്രിൽ ഖാതിലു ലിമ ഖതൽ വലൽ മഖ്തൂലു ലിമ ഖുതിൽ. കൊലകൾ അധികരിക്കുന്ന കാലത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കൊലയാളിക്ക് എന്തിന് കൊല ചെയ്യുന്നു, ആരെ കൊല ചെയ്യുന്നു എന്നറിയില്ല. കൊല ചെയ്യപ്പെടുന്നവന് ഞാൻ എന്തിന് കൊല്ലപ്പെട്ടു എന്നറിയില്ല. അത്രത്തോളം കൊലകൾ അധികരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലെ കൊലയാളിയോട്, മർഡറോട് ചോദിച്ചു നോക്കും, അവൻ പറയും, മനസ്സിന് സമാധാനമില്ലാതെയാണ് കൊല ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട് ഈ അടുത്ത സമയത്തിലോ ഒരു സ്കൂൾ വിദ്യാർത്ഥി ചരിത്രം സൃഷ്ടിച്ചു. തൻ്റെ അടക്കമുള്ള സഹപാഠികളെ, ക്ലാസ്മേറ്റ്സിനെ കൊന്നു. അയാൾ ചെറിയ കുഞ്ഞായിരുന്നു. സ്കൂളിൽ അധ്യാപകന്മാരെ കൊന്നു. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുകൊണ്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ്, ബാലാപരാധികളാണ്. അവരെ ശിക്ഷിച്ചുകൂടാ, അവരെ സാധാരണ ജയിലിട്ടുകൂടാ. നമുക്കറിയാം, ഇത്തരം കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതിനെതിരെയുള്ള ശക്തമായ ആസൂത്രണം ചെയ്യാൻ ഇത്തരത്തിലുള്ള മതബോധിക സ്ഥാപനങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ദാറുൽ മആരിഫിൻ്റെ ഗോൾഡൻ ജൂബിലി ഒരു സുവർണാക്ഷരങ്ങളിൽ എഴുതപ്പെടുന്ന ഒരു ചരിത്ര സംഭവമായി മാറട്ടെ. മെയിൽ നടക്കുന്ന മഹാസംഗമത്തിന് ഇപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങി ജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് അതൊരു വലിയ ഒരു ചരിത്ര മുഹൂർത്തമാക്കി മാറ്റി അതിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.